ഡൽഹിയിൽ 40 വയസ്സുകാരിയെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ കുത്തിക്കൊന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. ജാമിയ നഗറിലെ ഫ്ളാറ്റിലാണ് കൊലപാതകം നടന്നത്. 40 വയസ്സുകാരി നസ്ബു ആണ് മരിച്ചത്. സംഭവത്തിൽ നസ്ബുവിൻ്റെ ഭർത്താവ് അൻസാർ ഖാൻ്റെ രണ്ടാം ഭാര്യ അഫ്സാരി ദേവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും ഒരേ ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഫ്ളാറ്റിൽ മോഷണവും ആക്രമണവും നടന്നെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് ഫ്ളാറ്റിലെത്തിയത്. പോലീസ് 4ാം നിലയിലെ ഫ്ളാറ്റിലെത്തിയപ്പോൾ മുറിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടത്. 2 മോഷ്ടാക്കൾ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നും ഇവരുമായുള്ള പിടിവലിയിൽ നസ്ബുവിന് കുത്തേറ്റെന്നുമാണ് അഫ്സാരി പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ വീട്ടിൽ ആരും അതിക്രമിച്ച് കയറിയതിൻ്റെയും ബലപ്രയോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ കണ്ടില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും ബലപ്രയോഗം നടന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ പോലീസിന് സംശയം തോന്നി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അഫ്സാരി കുറ്റം സമ്മതിച്ചു. അൻസാർ ഖാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. 14, 13, 6 വയസ്സുള്ള ആൺമക്കൾക്കൊപ്പമാണ് അഫ്സാരി ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയായ നസ്ബുവുമായുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച രാത്രി മുതൽ ഇരുവരും തമ്മിൽ വഴക്കായിരുന്നു. തുടർന്ന് ഉറങ്ങിക്കിടന്നിരുന്ന നസ്ബുവിനെ അഫ്സാരി അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. നസ്ബുവിൻ്റെ ശരീരത്തിൽ 1ലേറെ തവണ കുത്തേറ്റിട്ടുണ്ട്. വലിയ വഴക്കിന് ശേഷമാണ് കുത്തിക്കൊന്നതെന്ന് മൂത്ത 2 കുട്ടികളും പോലീസിന് മൊഴി നൽകി. അതിനിടെ മറ്റൊരു സംഭവത്തിൽ വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ഭവാനയിൽ ഞായറാഴ്ച 38 വയസ്സുള്ളൊരു സ്ത്രീയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ചു കൊന്നു. തൻ്റെ ബന്ധുവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭർത്താവ് യുവതിയെ കൊലപ്പെടുത്തിയത്. ജൂൺ 1 ഉച്ചയ്ക്ക് 1:30 ഭവാന പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം റിപ്പോർട്ട് ചെയ്തത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ വാടക വീട്ടിലെ മുറിയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു.